തൃശൂർ ചേലക്കര പൈങ്കുളത്ത് ഓട്ടോ ഡ്രൈവറെ യാത്രക്കാരൻ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പൈങ്കുളം സ്വദേശി ഉണ്ണികൃഷ്ണനാണ് പരിക്കേറ്റത്. പോക്സോ കേസ് പ്രതി ബാലചന്ദ്രനാണ് ആക്രമണം നടത്തിയത്. പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സൂരജ് സജിയാണ് വാർത്തയുടെ വെച്ചിരുന്നത്. സൂരജ്, ഇങ്ങനെ ഓട്ടോ ഡ്രൈവറെ ഈ പോക്സോ കേസ് പ്രതി കുത്താൻ എന്താണ് പ്രകോപനം? ഹാഷ്മി, ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ 7:30 ഈ ഓട്ടോ ഡ്രൈവറെ ഓട്ടം വിളിച്ച് ഈ കൊണ്ടുപോകുന്നത്. പൈങ്കുളത്ത് നിന്ന് പാഞ്ഞാളിലേക്കായിരുന്നു ഓട്ടം വിളിച്ചത്. ഈ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പൈങ്കുളം സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണന്റെ കഴുത്തിൽ ബ്ലേഡ് വെച്ച് വരയുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റു. ഇതോടുകൂടി ഉണ്ണികൃഷ്ണൻ ഓട്ടോ നിർത്തി ഈ കൈ തട്ടി മാറ്റി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ബാലചന്ദ്രൻ അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ബാലചന്ദ്രൻ എന്നുള്ളതാണ് പറയുന്നത്. സമീപത്ത് ഇദ്ദേഹത്തിന്റെ ബാലചന്ദ്രന്റെ വീടിന് സമീപത്തെ വയലിൽ പിന്നീട് ഈ പ്രതി ഒളിച്ചിരിക്കുകയായിരുന്നു. പോലീസ് സംഘം മഫ്തിയിലെത്തി ബാലചന്ദ്രനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിനിടയിലാണ് പോലീസ് പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ബാലചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ തമ്മിൽ നേരത്തെ അറിയുന്നവരാണോ? ഒരു ഓട്ടോ കയറുമ്പോഴേക്ക് പിന്നിൽ നിന്ന് കത്തി കൊണ്ട് കുത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഹാഷ്മി, നേരത്തെയും ഇവർ അറിയുന്നതാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വന്ന സമയത്ത്, ഓട്ടം വിളിച്ച സമയത്ത് ഉണ്ടായ ചില തർക്കങ്ങൾ, അതാണ് ഇതിലേക്ക് കലാശിച്ചത്, ആക്രമണത്തിലേക്ക് കലാശിച്ചത് എന്നും പറയുന്നുണ്ട്. ആദ്യം ഇവർ തമ്മിലുണ്ടായ സംസാരം ഇഷ്ടപ്പെടാത്തതിന്റെ പേരിലായിരുന്നു കയ്യിൽ കരുതിയ ബ്ലേഡ് ഉപയോഗിച്ച് ഈ കഴുത്തിൽ വരഞ്ഞത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പ്രതിയെ പോലീസ് അതിസാഹസികമായി തന്നെ പിടികൂടിയിട്ടുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. ഹാഷ്മി, ഓക്കെ, സാങ്കേതികമായ കത്തിക്കുത്തല്ല, ബ്ലേഡ് കൊണ്ടുള്ള വരയിലാണ്. എന്നാലും ജീവാപായമൊക്കെ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള അതിക്രമമാണല്ലോ. എന്താണ് ഉണ്ടായെന്ന് പോലീസ് പരിശോധിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.